പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ ലോകം ഇതുവരെ കാണാത്തത്ര ഭീകരമായ ഒരു ഭീഷണി ഇപ്പോൾ കടലിനടിയിൽ രൂപപ്പെട്ടിരിക്കുകയാണ്. ആകാശത്ത് നിന്ന് വരുന്ന മിസൈലുകളെ നമുക്ക് വെടിവെച്ചിടാം, പക്ഷേ കടലിനടിയിൽ ഒളിപ്പിച്ചിരിക്കുന്ന കണ്ണില്ലാത്ത ഈ നിശബ്ദ കൊലയാളികളെ ആര് തടയും? പശ്ചിമേഷ്യൻ യുദ്ധം ആകാശത്തു നിന്നും കരയിൽ നിന്നും ഇപ്പോൾ കടലിനടിയിലേക്ക് പടർന്നിരിക്കുകയാണ്. പുറത്തുവരുന്ന ഓരോ വാർത്തകളും അതീവ ഗൗരവകരമാണ്. ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ നാവിക മൈനുകൾ നേവൽ മൈൻസ് വിന്യസിച്ചു തുടങ്ങിയിരിക്കുന്നു. കടലിനടിയിൽ പതിയിരിക്കുന്ന ഈ നിശബ്ദ കൊലയാളികൾ നേവൽ മൈൻസ് ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളെ പോലും നിമിഷങ്ങൾക്കുള്ളിൽ തകർക്കാൻ ശേഷിയുള്ളവയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം ഡസൻ കണക്കിന് മൈനുകളാണ് ഇറാൻ ഇതിനോടകം വിന്യസിച്ചിരിക്കുന്നത്. ഇറാൻ ഹോർമുസ് കടലിടുക്കിൽ വിന്യസിച്ച നാവിക മൈനുകൾ വെറും ഒരു പ്രതിരോധ ആയുധമല്ല, ഇതൊരു വമ്പൻ വിനാശത്തിന്റെ മുന്നോടിയാണ്. കിലോമീറ്ററുകളോളം ഒഴുകി നടന്ന് ലക്ഷ്യമില്ലാതെ ആരെയും തകർക്കാൻ ശേഷിയുള്ള ഈ മൈനുകൾ ഇപ്പോൾ ലോക വ്യാപാരത്തിന്റെ നട്ടലൊടിച്ചിരിക്കുകയാണ്. എന്താണ് ഈ അണ്ടർ വാട്ടർ ടൈം ബോംബുകൾ? ഇവ എത്രത്തോളം അപകടകാരികളാണ്? ലോക സമ്പദ് വ്യവസ്ഥയെ ഇത് എങ്ങനെ തകർക്കും? അവ എങ്ങോട്ടൊക്കെ ഒഴുകി നീങ്ങാം? പശ്ചിമേഷ്യയിലെ ഓരോ കപ്പലുകളെയും കാത്തിരിക്കുന്ന ആ ഭീകരതയെക്കുറിച്ച്, ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത ഈ അണ്ടർ വാട്ടർ ഭീകരതയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ആകാശത്ത് നിന്ന് വരുന്ന മിസൈലുകളെ തടുക്കാൻ നമുക്ക് അയൺ ഡോം അല്ലെങ്കിൽ പാട്രിയറ്റ് സിസ്റ്റം ഉണ്ട്. എന്നാൽ കടലിനടിയിൽ കപ്പലുകൾക്ക് താഴെ പതിയിരിക്കുന്ന മൈനുകളെ തടുക്കാൻ നിലവിൽ വലിയ മാർഗങ്ങളൊന്നുമില്ല. കടലിനടിയിൽ വിന്യസിക്കുന്ന സ്ഫോടക വസ്തുക്കളാണ് നേവൽ മൈൻസ് എന്ന് പറയുന്നത്. ഇവയ്ക്ക് കണ്ണുകളോ കാതുകളോ ഇല്ല, പക്ഷെ ഇവ വളരെ സെൻസിറ്റീവ് ആണ്. ഒരു കപ്പൽ ഇതിന് മുകളിലൂടെ എന്തിനേറെ അടുത്തൂടെ പോയാൽ പോലും ഉണ്ടാകുന്ന കാന്തിക മാറ്റങ്ങൾ, മാഗ്നറ്റിക് ഷിഫ്റ്റ്സ്, ശബ്ദം, സൗണ്ട് വൈബ്രേഷൻസ് അല്ലെങ്കിൽ ജലമർദ്ദത്തിലെ മാറ്റങ്ങൾ, പ്രഷർ ഡിഫറൻസ്, ഇത് തിരിച്ചറിഞ്ഞ് ഇവ പൊട്ടിത്തെറിക്കും. ഭയാനകമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു മിസൈൽ കപ്പലിന്റെ മുകൾ ഭാഗത്താണ് അടിക്കുന്നതെങ്കിൽ മൈനുകൾ പൊട്ടിത്തെറിക്കുന്നത് കപ്പലിന്റെ അടിഭാഗം, അതായത് ഹൾക്കിലാണ്. ഇവിടെയാണ് ഈ ആയുധത്തിന്റെ യഥാർത്ഥ ഭീകരത വരുന്നത്. കടലിനടിയിൽ സ്ഫോടനം നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഷോക്ക് വേവ് കപ്പലിനെ ഉയർത്തി വായുവിലേക്ക് എറിയും. അതായത് ഒരു മൈൻ പൊട്ടിത്തെറിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഭീകരമായ ഒരു ഗ്യാസ് ബബിൾ ആണ്. ഈ വാതക കുമിള കപ്പലിനെ ജലനിരപ്പിൽ നിന്ന് ഉയർത്തും. തൊട്ടടുത്ത നിമിഷം കപ്പലിന് താഴെ ഒരു വാക്യൂം, അതായത് ശൂന്യത അനുഭവപ്പെടുകയും കപ്പൽ സ്വന്തം ഭാരം താങ്ങാനാകാതെ നെടുവെ ഒടിയുകയും ചെയ്യുന്നു. വെറും മിനിറ്റുകൾക്കുള്ളിൽ ഒരു വമ്പൻ എണ്ണക്കപ്പലിനെ സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് മുക്കാൻ ഈ ഒരൊറ്റ സ്ഫോടനത്തിന് കഴിയും. ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കപ്പലിലെ ക്രൂവിന് സമയം പോലും കിട്ടില്ല. തികച്ചും അപ്രതീക്ഷിതമായി എല്ലാം തകർത്തെറിയുന്ന ഒരു ഉഗ്ര സ്ഫോടനമാണിത്. ഇനി ഇറാന്റെ ഈ മൈനുകൾ അവിടെ തന്നെ ഇരിക്കുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ തെറ്റി. ഈ മൈനുകൾ ഡ്രിഫ്റ്റിംഗ് മൈൻസ് ആയി മാറാനുള്ള സാധ്യതയാണ് ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത്. അതായത് കടൽ ശാന്തമല്ല, ശക്തമായ തിരമാലകളും അടിയൊഴുക്കുകളും ഈ മൈനുകളെ അവയുടെ ചങ്ങലകളിൽ നിന്ന് വേർപെടുത്താം. അങ്ങനെ സംഭവിച്ചാൽ ഈ മൈനുകൾ ലക്ഷ്യമില്ലാതെ കടലിലൂടെ ഒഴുകി നടക്കും. ഹോർമുസ് കടലിടുക്കിൽ വിന്യസിച്ച ഒരു മൈൻ ഒഴുകി ഒമാനിലോ UAE തീരത്തോ അല്ലെങ്കിൽ അറബിക്കടലിന്റെ നടുവിലോ വരെ എത്താമെന്ന് സാരം. യുദ്ധവുമായി ഒരു ബന്ധവുമില്ലാത്ത പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ വള്ളങ്ങളോ ചരക്ക് കപ്പലുകളോ ഈ ഫ്ലോട്ടിംഗ് ഡെത്തിൽ തട്ടി തകരാം. ഇതൊരു നിയന്ത്രണമില്ലാത്ത അരാജകത്വമാണ് കടലിൽ സൃഷ്ടിക്കുന്നത്. എവിടെയാണ് മൈൻ ഉള്ളതെന്ന് ആർക്കും പറയാനും കഴിയില്ല. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഹോർമുസ് കടലിടുക്കിൽ മാത്രം ഡസൻ കണക്കിന് മൈനുകൾ ഇറാൻ ഇതിനോടകം വിന്യസിച്ചു കഴിഞ്ഞു. അങ്ങനെ ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ 20% കടന്നു പോകുന്ന ഈ റൂട്ട് ഇപ്പോൾ ഒരു മരണക്കെണിയായി മാറിയിരിക്കുന്നു. ഇറാന്റെ 16 മൈൻ ലേയിങ് കപ്പലുകൾ അമേരിക്ക തകർത്തിട്ടും ഇറാന്റെ കൈവശമുള്ള ആയിരക്കണക്കിന് ചെറു കപ്പലുകൾ ഉപയോഗിച്ച് അവർ ഈ പണി തുടരുകയാണ്. ഇനി ലേറ്റസ്റ്റ് ഇന്റലിജൻസ് സൂചിപ്പിക്കുന്നത് ഇറാൻ ഉപയോഗിക്കുന്നത് അത്യാധുനിക അക്കൗസ്റ്റിക് ആൻഡ് മാഗ്നറ്റിക് മൈൻസ് ആണ് എന്നാണ്. അതായത് ഒരു കപ്പലിന്റെ എഞ്ചിൻ ശബ്ദം കേട്ടാലോ ആ കപ്പലിന്റെ മാഗ്നറ്റിക് ഫീൽഡ്, കാന്തിക പ്രഭാവം തിരിച്ചറിഞ്ഞാലോ ഈ മൈനുകൾ സ്വയം ആക്റ്റീവ് ആകും, പൊട്ടിത്തെറിക്കും. കപ്പൽ മൈനിൽ തൊടണമെന്ന് പോലുമില്ല, അതിന്റെ അടുത്തുകൂടി പോയാൽ മതി, മരണം സുനിശ്ചിതമാണ്. ഇനി എന്തുകൊണ്ടാണ് ഇറാൻ ഈ വഴി തിരഞ്ഞെടുത്തത്? കാരണം ഈ കടലിടുക്കിന്റെ ആഴം കുറഞ്ഞ ഭാഗങ്ങളിൽ മൈനുകൾ വിന്യസിക്കുന്നത് വളരെ എളുപ്പമാണ്. അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരം ഇറാന്റെ പക്കൽ ഏകദേശം 3000 മുതൽ 6000 വരെ അത്യാധുനിക മൈനുകൾ ഉണ്ട് എന്നാണ്. ഇതിൽ ചൈനീസ്, റഷ്യൻ സാങ്കേതിക വിദ്യയിലുള്ളവയും ഉൾപ്പെടുന്നുണ്ട്. ഇവയെ കണ്ടെത്തുക എന്നത് അത്യാധുനിക നാവിക സേനകൾക്ക് പോലും വലിയ വെല്ലുവിളിയാണ്. ചില റിപ്പോർട്ടുകൾ പ്രകാരം നാവിക മൈനുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവയുടെ കോസ്റ്റ് ടു ഡാമേജ് റേഷ്യോ ആണ്. അതായത് വെറും കുറഞ്ഞ തുകയ്ക്ക് നിർമ്മിക്കാവുന്ന ഈ മൈനുകൾക്ക് 100 കണക്കിന് കോടികൾ വിലയുള്ള യുദ്ധക്കപ്പലുകളെയും ടാങ്കറുകളെയും തകർക്കാൻ കഴിയും. ഈ മൈനുകൾ വരുത്തുന്ന നാശനഷ്ടം കേവലം സൈനികമല്ല, ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഇക്കണോമിക് ഷോക്ക് ആണ് ഇപ്പോൾ നടക്കുന്നത്.
ഒന്ന് കണ്ടെത്താൻ പ്രയാസമാണ്. അതായത് കടലിനടിയിലെ മണ്ണിലോ ചെളിയിലോ പുതഞ്ഞു കിടക്കുന്ന ഇവയെ അത്യാധുനിക സോണാർ സിസ്റ്റങ്ങൾ ഉപയോഗിച്ചാൽ പോലും കണ്ടെത്താൻ പ്രയാസമാണ്. രണ്ടാമതായിട്ട് സൈക്കോളജിക്കൽ വാർഫെയർ, അതായത് ഭീതി പരത്തുക. ഒരൊറ്റ കപ്പൽ മൈനിൽ തട്ടി തകർന്നാൽ മതി, പിന്നെ ആ വഴിക്ക് വരാൻ ഒരു കപ്പലും തയ്യാറാകില്ല. അതോടെ ലോക വ്യാപാരം നിലയ്ക്കും. ഇനി മൂന്നാമത്തത് നീക്കം ചെയ്യാൻ, ഈ മൈനുകൾ നീക്കം ചെയ്യാനുള്ള കാലതാമസമാണ്. കടലിലെ മൈനുകൾ നീക്കം ചെയ്യുന്ന പ്രക്രിയയെ മൈൻ സ്വീപ്പിംഗ് എന്നാണ് വിളിക്കുന്നത്. ഇത് അതീവ അപകടകരവും ആഴ്ചകൾ അല്ലെങ്കിൽ മാസങ്ങൾ വരെ എടുക്കുന്ന പണിയുമാണ്. ഹോർമസ് കടലിടുക്ക് ലോകത്തിന്റെ ചോക്ക് പോയിന്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ മൈനുകൾ വിന്യസിക്കുന്നത് വഴി ഇറാൻ ലക്ഷ്യമിടുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയെ ശ്വാസം മുട്ടിക്കാനാണ്. റിസ്കുകളും നിരവധിയാണ്. എണ്ണ വിതരണം തകരും. സൗദി, UAE, കുവൈത്ത് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണക്കപ്പലുകൾക്ക് ഈ വഴി വരാൻ കഴിയില്ല. ഇത് ലോക വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $200 വരെ ഉയരാൻ കാരണമാകും. ഇന്ത്യയുടെ ആശങ്കയാണിനി. ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ ഭൂരിഭാഗവും ഈ റൂട്ടിലൂടെയാണ് വരുന്നത്. മൈൻ ഭീഷണി കാരണം കപ്പലുകൾ വരാതെ ഇരുന്നാൽ ഇന്ത്യയിൽ പെട്രോൾ, ഡീസൽ വില കുതിച്ചുയരും. അത് നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയെയും സാരമായി ബാധിക്കും. അമേരിക്കൻ സൈനിക നീക്കമാണിനി. ഇറാന്റെ ഈ നീക്കത്തെ നേരിടാൻ US നേവി തങ്ങളുടെ മൈൻ സ്വീപ്പർ കപ്പലുകളെ ഈ മേഖലയിലേക്ക് അയച്ചു കഴിഞ്ഞു. ഇത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരു വലിയ നാവിക യുദ്ധത്തിലേക്ക് വഴിമാറാൻ സാധ്യതയുണ്ട്. ഇനി നമ്മളൊന്ന് ചരിത്രത്തിലേക്ക് നോക്കിയാൽ 1980കളിലെ ഇറാൻ-ഇറാഖ് യുദ്ധത്തിന്റെ ഭാഗമായ ടാങ്കർ വാർ, ആ സമയത്ത് ഇറാൻ വിന്യസിച്ച മൈനുകൾ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയിരുന്നു. USS സാമുവൽ B. റോബർട്ട്സ് എന്ന യുദ്ധക്കപ്പൽ ഒരു സാധാരണ ഇറാനിയൻ മൈനിൽ തട്ടി തകരാറിലായത് ചരിത്രമാണ്. അന്ന് ഇറാൻ ഉപയോഗിച്ചിരുന്നത് കുറച്ച് സിമ്പിളായ മൈനുകൾ ആയിരുന്നുവെങ്കിൽ ഇന്ന് 2026 അവരുടെ പക്കൽ സ്മാർട്ട് മൈനുകൾ ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതൊരു സൈനിക പ്രശ്നം മാത്രമല്ല, ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ സാമ്പത്തിക പ്രഹരമാണ്. ലോകത്തിലെ ഷിപ്പിംഗ് ഇൻഷുറൻസ് കമ്പനികൾ ഇതിനോടകം തന്നെ ഹോർമുസ് റൂട്ടിലൂടെ പോകുന്ന കപ്പലുകളുടെ പ്രീമിയം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കപ്പലുകൾക്ക് ഈ റൂട്ടിലൂടെ പോകണമെങ്കിൽ മുൻപ് നൽകിയിരുന്നതിനേക്കാൾ 5 ഇരട്ടി തുക വരെ ഇൻഷുറൻസ് ഇനത്തിൽ മാത്രം നൽകണം. പല വൻകിട ഇൻഷുറൻസ് ക്ലബ്ബുകളും ഈ മേഖലയിലേക്കുള്ള പരിരക്ഷ ഇതിനോടകം തന്നെ റദ്ദാക്കി കഴിഞ്ഞു. ഇതിന്റെ അർത്ഥം നമ്മൾ വാങ്ങുന്ന ഫോണുകൾ, കാറുകൾ, മറ്റ് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ എന്നിവയുടെ എല്ലാം വില ഉടൻ തന്നെ വർദ്ധിക്കുമെന്നാണ്. ചരക്ക് നീക്കം നിലയ്ക്കുന്നത് ആഗോള സപ്ലൈ ചെയിനെ തകിടം മറിക്കും. ലോകം ഒരു വലിയ ഗ്ലോബൽ റിസഷനിലേക്ക്, സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് വീണ്ടും നടന്നെടുക്കുകയാണ്. അവസാനമായി പറയട്ടെ, ഹോർമുസ് കടലിടുക്കിലെ ഈ മൈൻ വിന്യാസം ഒരു വലിയ പ്രകോപനമാണ്. കടലിനടിയിൽ ഒളിപ്പിച്ചിരിക്കുന്ന ഈ ഭീകരതയെ ലോകശക്തികൾ എങ്ങനെ നേരിടുമെന്ന് കണ്ടറിയണം. 2026 മാർച്ച് 12 ഈ സാഹചര്യം ഒരുപക്ഷെ ലോകത്തെ ഒരു പുതിയ യുദ്ധത്തിലേക്ക് തള്ളിവിട്ടേക്കാം. കടലിനടിയിൽ ഇറാൻ ഒരുക്കിയ ഈ കെണി ലോകത്തെ മുഴുവൻ ഇരുട്ടിലാക്കാൻ പോകുന്നതാണ്. ആകാശത്തെ യുദ്ധത്തേക്കാൾ ഭീകരമാണ് കടലിനടിയിലെ ഈ നിശബ്ദ യുദ്ധം. ഒഴുകി നടക്കുന്ന ഈ മൈനുകൾ നാളെ നമ്മുടെ തീരങ്ങളിലേക്ക് പോലും എത്തിയേക്കാമെന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.